മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ മണ്ണിലേക്ക് ഒരാക്രമണം പോലും നടന്നാൽ അതിന് ശക്തവും പരിഹരിക്കാനാവാത്തതുമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കർശന മുന്നറിയിപ്പോടെയാണ് ഇറാൻ ആദ്യം പ്രതികരിച്ചത്. അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന വൻ സൈനിക വിന്യാസങ്ങൾ പ്രദേശത്ത് സമ്മർദ്ദം ഉയർത്തുകയാണെന്നും ദേശീയ പരമാധികാരം സംരക്ഷിക്കുക എന്നത് ഇറാന്റെ അവകാശമാണ് എന്നും ഇറാനിയൻ നേതൃത്വവും സൈനിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ നിർദ്ദേശിച്ചതും മേഖലയിൽ യുദ്ധഭീഷണി ഉയർന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്ക മേഖലയിൽ റെക്കോർഡ് വേഗതയിൽ യുദ്ധവിമാനങ്ങളും കപ്പലുകളും വിന്യസിപ്പിച്ച് ഭീഷണി ഉയർത്തിയതോടെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ ഏകപക്ഷീയമായ സൈനിക സമ്മർദ്ദത്തിന് ഇറാൻ കൃത്യമായ മറുപടിയും നൽകി. ഞങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവച്ചാൽ മേഖലയിലെ ഒരു അമേരിക്കൻ താവളവും സുരക്ഷിതമായിരിക്കില്ല. സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ജനീവയിലെ ആണവ ചർച്ചകൾ ഫലമില്ലാതെ അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ സംഘർഷാവസ്ഥ രൂക്ഷമായത്. സൈനിക ശക്തി ഒരു ഓപ്ഷനായി തുടരുമെന്ന അമേരിക്കൻ പ്രസ്താവനകൾക്ക് മറുപടിയായി ഇറാൻ തന്റെ നിലപാട് കൂടുതൽ കടുപ്പിച്ചു. ഇറാൻ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പ്രതിരോധ തയ്യാറെടുപ്പുകൾ ആക്രമണത്തിനല്ല, മറിച്ച് ദേശീയ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാനാണ് എന്നതാണ്. ഇതിനിടെ യൂറോപ്യൻ രാജ്യങ്ങൾ യാത്രാ മുന്നറിയിപ്പുകൾ ശക്തമാക്കിയതും വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചതും മേഖലയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും ഇറാൻ നൽകുന്ന പ്രധാന സന്ദേശം വ്യക്തമാണ്: സമ്മർദ്ദത്തിലൂടെ കരാർ നിർബന്ധിപ്പിക്കാനാവില്ല. സുരക്ഷയും പരസ്പര ബഹുമാനവും ഉറപ്പാക്കിയാലേ സ്ഥിരമായ സമാധാനം സാധ്യമാകൂ. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം സൈനിക ശക്തി പ്രകടനത്തിന്റെ കഥയാകുമ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് പ്രതിരോധവും സ്വയം നിലനിൽപ്പും അടിസ്ഥാനമാക്കിയുള്ള നിലപാടാണ്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം പ്രദേശത്തെ ശക്തി സമവാക്യത്തിൽ നിർണായക ഘടകമായി മാറുകയാണ്.